ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലൊരു ബീഫ് കറി തയ്യാറാക്കുകയാണേ. മത്തനും ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് മല്ലിയും മുളകും മഞ്ഞളും വറുത്തെടുക്കാം. 4 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. മല്ലിയും മുളകും വഴറ്റുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഗരം മസാലപ്പൊടിയും നല്ല ജീരകവും പെരുംജീരകവും പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാനിത് കുഴച്ച് വെക്കാണ് കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ? ഇവിടെ രാവിലെ ചെറുങ്ങനെ മഴ ഉണ്ട്. വേറെന്തൊക്കെയാണ് വിശേഷം? ഇത് മത്തനും ബീഫ് കേട്ടോ. ഇത് 4 വല്യുള്ളിയും 3 തക്കാളിയും പിന്നെ മസാലകളും എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇടുക. ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് വേണം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും. അതിലേക്ക് മത്തനും ഇടുക. മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു വലിയ പീസ് അതിൽ കുടുങ്ങിപ്പോയി കേട്ടോ, ഞാൻ എടുത്തതാണ്. അതിലേക്ക് ബീഫും ഇടുക, കഴുകി വൃത്തിയാക്കി വെച്ച്. ഇനി എല്ലാം കൂടെ നല്ലപോലെ കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇറച്ചി മസാലപ്പൊടി തീർന്നു പോയിട്ടോ, അതുകൊണ്ട് അതിട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ചേർത്തിട്ടുണ്ട്. ഗരം മസാല എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടാവില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുക. എൻ്റെ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് ജാസ്തി ഇട്ട് കൊടുക്കണം, 2 സ്പൂണോളം ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. അതിൻ്റെ മീതെയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുന്നേ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ബീഫ് കറി റെഡി. ഇനി നമുക്ക് തൂമിച്ചിടാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ ഒന്ന് പൊട്ടി വരണം. കരിഞ്ഞു പോവരുതേ, കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. അത് ചെറിയ ഉള്ളിയാണ്, ഒരു 10 ചെറിയ ഉള്ളിയോളം, പിന്നെ തേങ്ങാക്കൊത്തും രണ്ടും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. മല്ലിയിലയും കറിവേപ്പിലെല്ലാം അതും ഇടുക. കറി റെഡി കേട്ടോ.